ഹലോ, ഇന്ന് നമ്മുടെ വിഷു ആണ്. എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ചല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. സ്റ്റിക്കറെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തൊരു ബോട്ടിലാണിത്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അക്രിലിക് പെയിൻ്റ് ആണ്. ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു സ്പോഞ്ചും കൊണ്ടാണ് ബോട്ടിലോട്ട് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡബ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു 1-2 കോട്ടൊക്കെ അടിക്കേണ്ടി വരും. ആ ബോട്ടിലിൻ്റെ ഗ്ലാസ് കാണാതെ കൊണ്ട് നല്ല വൃത്തിയായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി. പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു കോട്ട് അടിക്കുക. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വേണം നമ്മൾ അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാൻ. നമ്മൾ എത്ര കോട്ട് കൊടുക്കുന്നുണ്ടോ ആ കോട്ട് ഇങ്ങനെ ഓരോ തവണ അപ്ലൈ ചെയ്തിട്ടും നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അടുത്ത കോട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ബോയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. നമ്മൾ ബോ ചെയ്തെടുക്കാൻ വേണ്ടി വൈറ്റ് കളർ സാറ്റിൻ റിബൺ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി ഇത്രയാണ് വന്നിരിക്കുന്നത്. നമ്മളിത് ഇത്രയും നീളത്തിൽ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ബോയുടെ വലിപ്പം വേണ്ടത് അതനുസരിച്ച് സാറ്റിൻ റിബണിൻ്റെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിൻ്റെ 2 അറ്റവും ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ത്രെഡ് കോർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സാറ്റിൻ റിബണിൻ്റെ അകവും പുറവും ഒന്ന് നോക്കുക. പുറം വരുന്നത് പോണക്ക് നമുക്കിങ്ങനെ പിടിച്ച് ഇതിനെ മടക്കിയെടുത്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് ഇതിനെ മടക്കി കൊടുക്കുക. നമ്മളിങ്ങനെ അതിനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി കയറി ഇറങ്ങിയിരിക്കുന്ന ഭാഗങ്ങളൊന്ന് നമുക്ക് ചുവന് പിടിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിനുവേണ്ടി നീഡിലെടുത്ത് ഇതിൻ്റെ അടിവശത്തോടെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ നൂലിൻ്റെ കെട്ടൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ ഭാഗം വരുന്നത് നോക്കി അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഇറക്കി അടിഭാഗത്ത് തന്നെ കെട്ടി ഇട്ട് കൊടുക്കാം. കൂടിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ഒരു 22 ബോയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വൈറ്റ് കളറിൽ ഈ സൈസ് വരുന്ന പേളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് പെയിൻ്റൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബോ ഒട്ടിച്ച് കൊടുക്കാം. ചെറിയ ബോണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ അപ്ലൈ ചെയ്ത് ഓരോ ബോ എടുത്ത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ബോ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഈ ബോയുടെ കറക്റ്റ് സെൻറ്റർ ഭാഗം വരുന്നത് കണക്ക് നമുക്ക് ഗം അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഓരോ പേള് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക.
അങ്ങനെ നമ്മൾ ബോയും പേളും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിക്ക് പേളിനെ ഒന്ന് കോർത്തെടുക്കാം. ഈ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആ ഒരു ഭാഗത്ത് വരുന്ന അത്രയ്ക്ക് നീളത്തിൽ പേളിനെ ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.